വണ്ടിയിലുള്ള ഗ്യാപ്പിൽ മുഴുവൻ ചക്കിയ സാധനങ്ങളൊക്കെ തിരികിട്ട് ഞങ്ങൾ ഇത് എങ്ങോട്ടാ പോണെന്നല്ലേ പറഞ്ഞുതരാം. ഈസ്റ്റർ ആയിട്ട് എല്ലാവരും യേശുവേട്ടനെ കാണാൻ പള്ളിയിലേക്ക് ഓടിയപ്പോൾ ഞാൻ ഓടിയത് കോയമ്പത്തൂർക്കാണ് എന്റെ ചേട്ടനെ കാണാൻ. പ്ലാനിംഗ് ഒക്കെ തുടങ്ങിയിട്ട് കുറെ നാളായെങ്കിലും ഇപ്പോഴാണ് ആ സമയം ഒന്ന് വന്നു കിട്ടിയത്. നൈറ്റ് ഡ്രൈവ് എല്ലാവർക്കും ഒരു വികാരം. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടാ. കണ്ണ് കാണാത്തോണ്ടല്ല, ഈ പ്രായം കൂടുന്നതിന്റെ കുറെ ബുദ്ധിമുട്ട്. ഇനി ക്ലച്ചും ബ്രേക്കും ഒന്നും തെറ്റിച്ചവിട്ടണ്ടെന്ന് വെച്ചിട്ട് ഞാൻ താഴെ മാലവൾബൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു സേഫ്റ്റിക്ക്. രാത്രി വൈകി എത്തിയോണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമുക്ക് മോർണിംഗ് തൊട്ട് പടയ്ക്കാം. കാലത്തൊരു 10 മണിയൊക്കെ ആയിപ്പിക്കും ഞാൻ എണീറ്റുട്ടാ. നേരെ ചേട്ടനെയും കൂട്ടിയിട്ട് റൈഡ്. സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടി എടുത്ത് ഏറ്റവും ആദ്യം കൊണ്ട് കാണിക്കേണ്ടത് ചേട്ടനായിരുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ നാട്ടിലില്ലാത്ത സമയത്ത് ലൈസൻസ് പോലും ഇല്ലാത്ത എനിക്ക് കാറും ബൈക്കും മേടിച്ചിട്ട് നീ ഓടിച്ചങ്ങ് പഠിച്ചേക്കട ചെറുക്കാന്ന് പറഞ്ഞ മുതലാണ്. അന്ന് അങ്ങേര് കാണിച്ച റിസ്ക് ഒന്നും എടുക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാൽ ഈ മൊമെന്റ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്നെ മോന്താണ്ടറിഞ്ഞൂടെ. അപ്പൂസും കുഞ്ഞാറ്റൊക്കെ കാലത്ത് തന്നെ ഓണാണ്. പക്ഷെ എന്നെ ഞെട്ടിച്ചത് ഈ പിടുങ്ങാണ്. ഞാൻ ഈ പ്രായത്തിൽ എന്ത് തേങ്ങാക്കൊല്ലാണ് കാണിച്ചിരുന്നതെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഡോണി സ്റ്റംപ് ചെയ്യണേക്കാളും സ്പീഡിലാണ് ഇവള് റീൽസ് സ്വൈപ്പ് ചെയ്യണേ. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നു. അടുക്കളയിൽ കയറിയപ്പോ നമ്മുടെ കുക്കിംഗ് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. എന്നാ പിന്നെ കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് കുറച്ച് സാധനങ്ങൾ കൂടി മേടിച്ചിട്ട് വരാനായി ഞങ്ങൾ. നമ്മൾ ഈ കേരളത്തിലുള്ളവരൊക്കെ കുറ്റം പറയുമ്പോൾ ഈ തമിഴ്നാട്ടുകാരുടെ ഡ്രൈവിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാലേ കേരളത്തിലുള്ളവരൊക്കെ നമ്മൾ പൂവിട്ട് പൂജിക്കും. അങ്ങനെ രാജ്യാട്ടിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറി പോകാണ്ടാ. സംഭവമൊക്കെ കൊള്ളാട്ടോ, നല്ല വിജൃംഭിച്ചൊരു സ്ഥലം. ഞങ്ങൾ ഈ ഹെൽത്തിന് മുൻഗണന കൊടുക്കണോണ്ട് തന്നെ എല്ലാ കുപ്പിയിലുള്ള വിഷവും ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. വീട്ടിൽ ചെന്ന് കയറിയപ്പോ കണ്ട കാര്യം പാറുതെ പ്രിജയിച്ചിട്ട് തലറക്കണു. സോറി, മുടി വെട്ടുന്നു. രണ്ടും ഒന്ന് തന്നെ. പാവടാ, കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കാണിക്കാൻ വയ്യാത്രേ. നമ്മുടെ അടുത്ത് അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. വെറുതെ ഇരുന്ന് കിളിയെ ഇപ്പൊ രാജേട്ടൻ പറയുന്ന ഡാൻസ് കളിക്കുന്നവർക്കൊക്കെ ഗിഫ്റ്റ് മേടിച്ചരാന്ന്. കേൾക്കേണ്ട താമസം അപ്പൂസ ഓക്കെയാണ്. പിന്നെ അവിടെ ഞങ്ങളുടെ ഡാൻസിന്റെ ഫെസ്റ്റിവൽ ആയിരുന്നു. അവിടെ അപ്പൂസിന്റെ വകയും അഡിസിന്റെ വകയും കുഞ്ഞാറ്റയുടെ വക ഗംഭീര പെർഫോമൻസ്. എന്തായാലും പോക്കറ്റ് കാലിയാവുള്ള എല്ലാ പരിപാടിയും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. മാങ്ങപറി ചെളിക്കുത്തിൽ നിന്ന് തുടങ്ങി ക്ലാസിക്കിലേക്ക് നുഴഞ്ഞു കയറി വെസ്റ്റേനും കണ്ടംപററിയും സമാസമം ചേർത്ത് ആസ്വാദനത്തിന്റെ മൂർധാവിൽ അതൊരു നാടോടി നൃത്തമായിട്ട് പരിണമിക്കുന്നതും പേരിടാത്ത പലതരം കളികൾ പിന്നെ ഞാൻ കണ്ടുവന്നു. കുറെ നാളുകൾക്ക് ശേഷം ചിരിച്ചിട്ട് വയറുവേദന വന്നത് ഈ ഒരു മൊമെന്റ് കണ്ടപ്പോഴാണ്. ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ചിരിച്ചിട്ട് വേർത്തു.